അശോകൻ ഇപ്പൊ പറഞ്ഞു ഒരു സീരിയസ് ഡയലോഗിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അതേപോലെ ആയിരുന്നു അശോകന്റെ സിനിമയിലേക്ക് വരാൻ വേണ്ടി എപ്പോഴെങ്കിലും ഇങ്ങനെ കൊതിച്ച് ആഗ്രഹിച്ച് എങ്ങനെ വന്ന ഇതിലേക്ക്? അങ്ങനെയൊന്നുമില്ല, അവിചാരിതമായിട്ട് ഇങ്ങനെ വന്നതാ. അതായത് ഹരിശ്രീ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമുണ്ട്. അന്ന് ഹരിശ്രീ ട്രൂപ്പിൽ ഞാനുണ്ട്, സിദ്ദിഖ് ലാല് ഞാനൊക്കെ ഉണ്ട്, NF ഫറീസൊക്കെ ഉണ്ട്. ആ സമയത്താണ് 83-ൽ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ ഈ സിനിമയുടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വേഷം ഒരു ഭജന സംഘത്തിൻ്റെ കൂടെ. പിന്നെ അങ്ങോട്ടില്ല, പിന്നെ ഞാൻ മിമിക്രി, എൻ്റെ ഹരിശ്രീ മിമിക്സ് പരേഡ് നിന്ന് പോകരുത്. അന്ന് കലാഭവനിൽ മാറി ഞങ്ങൾ തുടങ്ങിയതാണ്. കലാഭവനിൽ മാറി കലാഭവനിലായിരുന്നു, പരേഡിലായിരുന്നു. കുറച്ചുപേര് മാറി പുതിയ ട്രൂപ്പ് അതിന്ന് മാറേണ്ടി വന്നു. അങ്ങനെ അന്ന് കലാഭവനിൽ തുടങ്ങി. സിദ്ദിഖ് ലാല്, ഞാനും ഗോകുൽ മേനോൻ, കോട്ടയം ജോസഫ്, NF ഫറീസ്, ഞങ്ങൾ 6 പേര് കൂടി തുടങ്ങി. അവിടെ നിന്ന് സിനിമയിലേക്ക് NF ഫറീസൊക്കെ അവരൊക്കെ പോയി. സിദ്ദിഖ് ലാല് പോയി, പിന്നെ NF ഫറീസ് പോയി. അപ്പൊ ട്രൂപ്പിൽ ആള് കുറഞ്ഞു. അപ്പോഴും ഈ ട്രൂപ്പ് വേറൊരാളുടെയാണ്. പക്ഷെ സംരക്ഷിക്കുന്ന ഞാൻ, ഇത് തകർന്നു പോകരുത്, ആ ഒരു വാശിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് സിനിമ കയറാമായിരുന്നു അതിന്റെ പുറകെ പോയിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ കുറെ നാളെ ട്രൂപ്പിന്റെ പുറകെ നടന്ന് പിന്നെ എവിടേക്കോ ചെറിയ വേഷങ്ങൾ, അനിൽ ബാബു, അങ്ങനെ പലരും ചെറിയ ചെറിയ വേഷങ്ങൾ തന്ന് അങ്ങനെ വന്നു. അനിയത്തിപ്രാവ്, അല്ല സോറി, ചേട്ടൻ ഇത് സംരക്ഷിക്കുന്നതിന്റെ ഇടയിൽ കിട്ടിയ ഓഫേഴ്സ് ആണ്. അതെ, ചേട്ടൻ അപ്പൊ ആഗ്രഹിച്ചിട്ടില്ല ഇവരെ പോലെ തന്നെ ഫിലിമിൽ പോണം എന്നും? അല്ല, വന്നെന്ന് ആഗ്രഹം അപ്പോഴും സിദ്ദിഖ് ലാലൊക്കെ ഉണ്ട്, സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് എന്റെ മനസ്സിൽ എനിക്ക് പറ്റിയൊരു വേഷം അവർക്കറിയാം, അവർ തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിദ്ദിഖ് ലാലായിട്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ വേഷം വന്നില്ല. അവരുടെ പ്രാഞ്ചൂറ സ്പീക്കിങ്ങിൽ ഒരു ചെറിയ വേഷം ഉണ്ട്. അവരുടെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ ചെയ്തല്ലോ. പിന്നെ ഒരു ഇത്തിരി ചെയ്തത് സിദ്ദിഖ് ചെയ്തൊരു വേഷത്തിലായിരുന്നു, പടത്തിലായിരുന്നു. അതിലാണ് കുറച്ച് ഇതായിട്ട് ചെയ്തത്. പിന്നെ സിനിമകൾ ഇങ്ങനെ ഗ്രാജുവലി വരാൻ തുടങ്ങി, ഓരോന്നോരോന്നായിട്ട്. അപ്പൊ ഈ ട്രൂപ്പ് ഹരിശ്രീന്ന് ഞാൻ പിന്നെ മാറി സിനിമ ആയി കഴിഞ്ഞപ്പോ ട്രൂപ്പ് ഇപ്പൊ ആരൊക്കെയോ അങ്ങനെയായി. എന്നെ ഓണറും മരിച്ചു, അങ്ങനെയൊക്കെ ചിന്ന ഭിന്നമായി, വേറെ ആരുടെ കയ്യിലാണ്. ചേട്ടൻ വീട്ടില് ഭയങ്കര സീരിയസ് ആണോ? അങ്ങനെ സീരിയസ് അല്ല, വേണ്ടടുത്ത് നമ്മ പറയും. അല്ലാതെ നമ്മൾ തമാശ പറഞ്ഞ് എപ്പോഴും നടക്കാൻ പറ്റുമോ? തമാശക്കാരൻ എനിക്ക് വിശക്കാണ് അങ്ങനെ പറയും ആരെങ്കിലും. എനിക്ക് വിശക്കുണ്ട്, ചോറക്ക് അശോകേട്ടൻ അങ്ങനെ. ഇപ്പൊ ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ ചെന്നപ്പോഴും നല്ല കോമഡി സീനൊക്കെ എഴുതി അശോചേട്ടൻ പൊട്ടിച്ചിരിക്കുന്നു പറഞ്ഞ് നമ്മൾ വായിക്കുന്നത്. അശോകേട്ടൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് പുള്ളി ചിരിക്കുന്നില്ല, ഇതൊക്കെ ചീറ്റിപ്പോയോ. അശോകേട്ടൻ അത് ക്യാരക്ടർ ഏറ്റെടുക്കുകയാണ്. പക്ഷെ ചെയ്യുമ്പോഴാണ് അത് ആദ്യത്തെ ദിവസം വന്ന് ഷൂട്ടിൽ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും ചുറ്റിനെല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പം എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ അങ്ങോട്ടൊന്നും ചായ കുടിക്കാണ്ട് അങ്ങോട്ട് മാറി ചെന്നപ്പോഴത്തേക്കും യൂണിറ്റിലുള്ളതും പ്രൊഡക്ഷനിലെ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞു, ചേട്ടാ അശോകൻ്റെ സീൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി വന്നു കേട്ടോ, നല്ല രസമുണ്ട്, പഴയ അശോകൻ ചേട്ടൻ തന്നെ, ഇത് തന്നെയാണ് പടത്തിൽ മൊത്തം. ഞാൻ ഈ മീറ്ററാന്ന് നന്നാവും ചേട്ടാ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അവരാണ് കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത്. ഞാൻ എപ്പോഴും യൂണിറ്റിൽ നിൽക്കുന്ന ആൾക്കാരോട്, എൻ്റെ പ്രൊഡക്ഷനിലുള്ള പിള്ളേർ, അവരാണ് ഞാൻ ചോദിക്കുന്നത്, സീൻ എടുത്ത് കഴിയുമ്പോൾ മാറി നിന്നിട്ട് അവരൊരു കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു എനർജി ഭയങ്കരമാണ്. അവർ സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ. മറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് പുകഴ്ത്തും നമ്മളെ, സോറി ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും നമ്മളൊന്നും ഇതില്ലേ അശോകേട്ട പണ്ട് മുതലേ ഉള്ളതാന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊരു കാര്യം സിൻസിയർ ആയിട്ട് ഒരാൾ പറയുന്നത് വളരെ കുറവല്ലേ? ഒരാള് പറയുന്നത് നമ്മളോട് അഭിപ്രായം നമ്മളെ സൂചിപ്പിച്ച് അങ്ങ് ആകാശത്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളെ ഒന്ന് വേദനിപ്പിച്ചാലും തെറ്റ് തിരുത്തുന്ന ആൾക്കാർ വളരെ കുറവല്ലേ? നമ്മളവരെ മനസ്സിലാക്കാത്തോണ്ടാണ് അത്. നമ്മൾ അവനെ മനസ്സിലാക്കണം. ഇവൻ നമ്മളെ സൂചിപ്പിക്കണെന്നും അവൻ സത്യസന്ധനാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഫസ്റ്റ് ഡേ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഡേ അഭിനയിക്കാൻ ചെല്ലുന്നു, ഷെയ്ക്കാൻ്റെ അടുത്ത് എല്ലാവർക്കും ക്യാമറമാനും ഇവനൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ക്യാരവനിൽ കയറി ഇരുന്നിട്ടും സീൻ എടുത്ത് വായിച്ച്, ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു സീൻ, എന്നാലും ഒന്നുകൂടി വായിച്ച് മേക്കപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ അങ്ങനെ ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് ഗതി മേപ്പോട്ട് നിൽക്കുകയാണ്. ഇനി മറ്റേ സ്റ്റൈലിൽ കളിക്കുമ്പോൾ എന്താകും എന്നുള്ളത്. ഞാൻ വന്ന് ഇവൻ്റെ നിന്ന് റിഹേഴ്സലെടുത്ത് ഫസ്റ്റ് ഷോട്ട് എടുത്ത് ഇവൻ കട്ട് പറഞ്ഞ ഉടനെ ഞാൻ എല്ലാവരും നോക്കണം, ഇങ്ങനെ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പൊ കുറേ പേര് ആ വീടിന്റെ പരിസരത്തുള്ളവർ അവിടെ നിൽപ്പുണ്ട്, അവര് ചിരിക്കുന്നു. ഞാൻ ഉടനെ ഇവനെ മൊത്തം നോക്കിയപ്പോ ഞാൻ ഓടിച്ചിട്ട് ഓക്കെ അല്ലേ, ഓക്കെ പേടിയായിരുന്നു. ഭയങ്കര സത്യം, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പിടപ്പുണ്ട്. അതെ അതെ അതെ. പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് പോയി.